നമുക്ക് അമേരിക്കയിലേക്കൊന്ന് പോയിട്ട് വരണം. ടെക്സസിന് പിന്നാലെ ന്യൂ മെക്സിക്കോയിലും മിന്നൽ പ്രളയമാണ് എന്നാണ് ഒരു വാർത്ത വരുന്നത്. വീടുകളൊക്കെ ഒലിച്ചുപോയി എന്നറിയുന്നു. റിയോ റുഡൂസോ നദിയിൽ അരമണിക്കൂറിനിടെ പൊങ്ങിയത് 20 അടി വെള്ളമാണ്. അരമണിക്കൂർ കൊണ്ടാണ് കേട്ടോ. രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. കുത്തിയൊലിച്ചു വരുന്ന മലവെള്ളപ്പാച്ചിലാണ് ടെക്സാസിലുണ്ടായതിന് സമാനമായ രീതിയിലാണ് വീടുകൾ അതേപടി ഒലിച്ചു വരുന്നത്. നോക്കൂ, ബോട്ട് പോകുന്ന പോലെയല്ലേ പോകുന്നത്. വീടുകൾ തന്നെ ഒലിച്ചു പോകുന്നുണ്ട്. റുഡൂസോ നദിയിലാണ് അരമണിക്കൂറിനിടെ 20 അടിയോളം വെള്ളം കണ്ടത്. നമ്മൾ വയനാട്ടിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുമ്പോൾ കണ്ടതുപോലെ വലിയ രീതിയിൽ കുത്തൊഴുക്കാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. നമുക്കതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. ആ വീട് പൂർണ്ണമായിട്ടും ഒഴുകിപ്പോകുന്നതിൻ്റെ ദൃശ്യങ്ങളിലാണ്. റുഡൂസോ നദിയിലൂടെ ന്യൂ മെക്സിക്കോയിലെ കനത്ത പ്രളയത്തിൽ വാഹനങ്ങളും ഒഴുകിപ്പോകുന്നത് പ്രേക്ഷകർക്ക് കാണാം. 20 അടി ഉയരത്തിലാണ് പെട്ടെന്ന് വെള്ളം വന്ന് കുത്തിയൊലിച്ചു വന്ന് വീടുകളും കാറുകളും ഒക്കെ ഒലിപ്പിച്ചുകൊണ്ട് പോയത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടെക്സസിൽ ഇതിനിടെ മരണം 110 എന്നാണ് അറിയുന്നത്. 170 പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല എന്ന വിവരം കൂടി ടെക്സസിൽ നിന്ന് വരുന്നുണ്ട്. അൻസു എൽസ സന്തോഷ് ചേരുന്നുണ്ട്. അൻസു, ടെക്സസിന് പുറമെ ഇപ്പോൾ ന്യൂ മെക്സിക്കോയിലും വലിയ പ്രളയത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. വീടുകൾ അപ്പാടെ ഒലിച്ചു പോകുന്നത് ദൃശ്യങ്ങളിൽ കാണാം. കാറുകൾ ഒലിച്ചു പോകുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ആശങ്കയുണ്ടോ ഇപ്പോൾ ന്യൂ മെക്സിക്കോ പരിസരങ്ങളിൽ? അരുൺകുമാർ, അമേരിക്കയിലെ ഒരാഴ്ചക്കിടയിൽ 100 വർഷത്തിനിടെ ഉണ്ടായ ഏറ്റവും വലിയ മിന്നൽ പ്രളയം 2 ഇടങ്ങളിൽ ഉണ്ടായിരിക്കുന്നു. ടെക്സസിന് പിന്നാലെ ന്യൂ മെക്സിക്കോയിലും ഇന്നലെ രാത്രി ഇത്തരത്തിൽ സംഭവിച്ചിരിക്കുന്നു. അതായത് നാഷണൽ വെതർ സർവീസിൻ്റെ അലേർട്ടുകൾ ഉണ്ടായിരുന്നു. കനത്ത മഴ പെയ്യും ന്യൂ മെക്സിക്കോയിൽ എന്നുള്ള അലേർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തരത്തിലൊരു മിന്നൽ പ്രളയവും ഉണ്ടാകും എന്ന അലേർട്ട് വന്നു. ഇവാക്യുവേറ്റ് ചെയ്യണം, ആളുകളെല്ലാം അവിടെ നിന്ന് സ്ഥലങ്ങളിൽ നിന്ന് മാറണം എന്നുള്ള വിവരങ്ങളടക്കം വന്നിരുന്നു. അതുകൊണ്ട് തന്നെ സുരക്ഷിത സ്ഥാനത്തേക്ക് ഒട്ടുമിക്ക ആളുകളും മാറിയിരുന്നു എന്നുള്ള ഒരു ആശ്വാസകരമായ വിവരം വരുന്നത്. എങ്കിൽ പോലും ഒരു പിതാവും അയാളുടെ 2 മക്കളും ഈ വലിയ മലവെള്ളപ്പാച്ചിൽ പോലെ വെള്ളം വന്നതിൽ ഒലിച്ചുപോയി എന്നുള്ള ഒരു വിവരം കൂടി വരുന്നുണ്ട്. ഈ റിയോ റൊഡൂസോ നദിയിൽ ഒറ്റയടിക്ക് അരമണിക്കൂറിനുള്ളിൽ ഇത്തരം 20 അടി വെള്ളം ഉയരുന്നു. ഏതാണ്ട് 2.5 ഇഞ്ചോളം മഴയാണ് അത്രയും സമയം കൊണ്ട് പെയ്തിരിക്കുന്നത്. ഇതിൽ വീടുകളടക്കം ഒലിച്ചു പോകുന്നൊരു സാഹചര്യം കണ്ടു. ടെക്സസിനേക്കാൾ വലിയൊരു മിന്നൽ പ്രളയമാണ് സത്യത്തിൽ ന്യൂ മെക്സിക്കോയിൽ ഉണ്ടായിരിക്കുന്നത്. എങ്കിൽ പോലും സ്ഥാപനങ്ങളും അത്തരത്തിൽ വീടുകളും അത്തരത്തിലുള്ള സംവിധാനങ്ങൾ, കെട്ടിടങ്ങൾ മാത്രമാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ആളുകളുടെ ഉണ്ടായിരിക്കുന്ന അപകടം കുറവാണ് എന്നുള്ളൊരു സാഹചര്യത്തിൽ തന്നെ അനുമാനിക്കാം. നിലവിൽ രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ട്രെയിലർ പാർക്കുകളൊക്കെ നിരവധിയുള്ളൊരു സ്ഥലം കൂടിയാണ് ന്യൂ മെക്സിക്കോ. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ആളുകൾ ഇത്തരത്തിൽ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന തരത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തകർ അതുകൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നതേ ഉള്ളൂ. ഇതിനിടെ ടെക്സസിൽ മരണസംഖ്യ ഉയർന്നിരിക്കുന്നു. 110 പേർക്ക് ജീവൻ നഷ്ടമായി എന്നുള്ള വിവരം ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നു. ഏതാണ്ട് വെള്ളിയാഴ്ചയ്ക്ക് ശേഷം ജീവനോടെ ആരെയും രക്ഷിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് രക്ഷാപ്രവർത്തകർ അറിയിക്കുന്നത്. ഒപ്പം കാണാതായവരുടെ എണ്ണം 10 എന്ന് ഇന്നലെ വരെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ടെക്സസിലെ ഗവർണർ അടക്കമുള്ളവർ ഔദ്യോഗികമായി 170 പേരെ മിന്നൽ പ്രളയത്തിൽ കാണാതായിരിക്കുന്നു എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ഡോക്ടർ അരുൺകുമാർ. ഓക്കെ, ന്യൂ മെക്സിക്കോയിൽ നിന്നും ഒപ്പം ടെക്സസിൽ നിന്നുമുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഒരു വീട് അപ്പാടെ ഒലിച്ചു പോകുന്നത് ആ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാം. നോക്കൂ, നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ ഒലിച്ചു പോകുന്നത് റുഡൂസോ നദിയിലാണ്. 20 അടിയോളം ഉയരത്തിൽ വെള്ളം അരമണിക്കൂറിനുള്ളിൽ കയറുകയായിരുന്നു. ഇങ്ങനെ ഒലിച്ചു പോകുന്നത് നോക്കൂ, എത്ര വാഹനങ്ങളാണ് ഒലിച്ചു പോകുന്നത്. നിർത്തിയിട്ടിരുന്ന വലിയ വാഹനങ്ങളടക്കം ഒലിച്ചു പോകുന്നു. വലിയ കെട്ടിടങ്ങൾ തന്നെ ഒലിച്ചു പോകുന്ന അവസ്ഥയാണ്. വലിയ പ്രളയമാണ്. നോക്കൂ, കെട്ടിടങ്ങൾ തകർത്തുകൊണ്ടാണ് കുത്തൊഴുക്ക് പോലെ ഉരുൾപൊട്ടി വരുന്നത് പോലെയുള്ള പ്രളയമാണ്. 110-ലധികം പേർ ടെക്സസിൽ തന്നെ മരിച്ചു. പാലങ്ങൾക്കടിയിലൂടെ വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ചു പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. അരമണിക്കൂർ കൊണ്ട് 20 അടി ഉയരമാണ് വെള്ളം ഉയർന്നത് റുഡൂസോ നദിയിൽ ന്യൂ മെക്സിക്കോയിൽ. പലയിടങ്ങളിലും കനത്ത മഴയാണ്. മഴ ഇനിയും ശക്തമായി തുടരുമെന്നാണ് മുന്നറിയിപ്പുകൾ. അക്ഷരാർത്ഥത്തിൽ പ്രളയം എന്ന് തന്നെ പറയാം. വാഹനങ്ങളൊക്കെ തലകീഴായി മറിഞ്ഞ് റുഡൂസോ നദിയിലൂടെ പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. അമേരിക്കയിൽ ടെക്സാസിന് പുറമെ ന്യൂ മെക്സിക്കോയിലും മിന്നൽ പ്രളയമാണ്. കനത്ത മഴ പെയ്യും എന്ന് നേരത്തെ അറിയിപ്പുണ്ടായിരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റു ചില വാർത്തകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഇത് ന്യൂ മെക്സിക്കോയിൽ നിന്നുള്ള ദൃശ്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിലുമൊക്കെ നമ്മൾ കരുതിയിരിക്കുക. എപ്പോൾ വേണമെങ്കിലും ഒരു മിന്നൽ പ്രളയത്തിലുള്ള സാധ്യതയുണ്ട്. കാലാവസ്ഥ അങ്ങനെ അങ്ങോട്ട് മാറുകയാണ്. 100 വർഷത്തിനിടെ അമേരിക്കയിലുണ്ടാവുന്ന ഏറ്റവും വലിയ വെള്ളപ്പൊക്കത്തിനാണ് ടെക്സസും ന്യൂ മെക്സിക്കോയും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്.